എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബോട്ട് റോക്കേഴ്സ് 330യുടെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂ നിങ്ങൾ എല്ലാവരും കണ്ടുണ്ടാവും. ആ ഒരു പ്രോഡക്റ്റിൻ്റെ യൂസർ റിവ്യൂ, ലോങ് ടേം റിവ്യൂ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അത് ഞാനല്ല പറയുന്നത്, ഇവിടെ നിൽപ്പുണ്ട് നമ്മുടെ നന്ദു ആണ് പറയണത്. ആക്ച്വലി ഞാൻ ആ ഒരു പ്രോഡക്റ്റ് അന്ന് നന്ദുവിന് വേണ്ടിയായിരുന്നു വാങ്ങിച്ചിരുന്നത്. നമ്മളന്ന് എത്ര രൂപയ്ക്കായിരുന്നു വാങ്ങിച്ചത്? നമ്മളന്ന് 1499 അല്ലേ? ഇപ്പോൾ എന്നാൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ വില എന്ന് പറയുന്നത് ആമസോണിൽ നോക്കിയപ്പോഴത്തേക്ക് 1399 രൂപയാണ്. ഓഫർ സമയത്താണ് ആക്ച്വലി ഈ ഒരു 1399, അതല്ലെങ്കിൽ 1499 രൂപയ്ക്ക് തന്നെയാണ് കിട്ടുന്നത്. എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് 30 മണിക്കൂറാണ് ടോട്ടൽ പ്ലേ ടൈം കമ്പനി അവകാശപ്പെടുന്നത്. കൂടാതെ ബ്ലൂടൂത്ത് വേർഷൻ എന്നത് 5.0യും അതുപോലെ തന്നെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷനും ഒക്കെ ഉണ്ട്. എസ്ആപ്പ് ചാർജ് 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്യുവാണെങ്കിൽ 10 മണിക്കൂറും കമ്പനി ടോട്ടൽ പ്ലേ ടൈം അവകാശപ്പെടുന്നുണ്ട്. അതുള്ളത് തന്നെയാണോ? ഈ ഒരു 10 മിനിറ്റ് നമ്മൾ ചാർജ് കഴിഞ്ഞാൽ 10 മണിക്കൂർ കിട്ടാറുണ്ടോ? തീർച്ചയായിട്ടും നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു സാധനം തന്നെയാണ്. ഈ ഒരു 30 മണിക്കൂർ എന്ന് പറയുന്നത് കിട്ടാറുണ്ടോ? 100% ചാർജ് ചെയ്യുമ്പോൾ 30 മണിക്കൂർ കിട്ടാറുണ്ട്. എനിക്ക് തോന്നുന്നു 30 മണിക്കൂറിൽ കൂടുതൽ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആണോ? അതായത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലോങ് ടേം അല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ പ്രോഡക്റ്റിന്റെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയുണ്ട് ബിൽഡ് ക്വാളിറ്റി ആയിട്ട്? ബിൽഡ് ക്വാളിറ്റി വേറെ ഒന്നും കുഴപ്പമില്ല. നമ്മുടെ ഇവിടെ ഒരു റബ്ബർ കോട്ടിങ് വരുന്നുണ്ട്, അതായത് ടിപ്പിന്റെ ഭാഗത്തായിട്ട്. അവിടെ ചെറുതായിട്ടൊന്ന് കോട്ടിങ് ഇളവുന്നേ ഉള്ളൂ. പക്ഷെ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഒരു പ്രശ്നമില്ല. അതായത് നമ്മുടെ ഈ ഒരു ഇയർബഡിന്റെ അല്ലെ ചെറിയ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗം ഇളവുന്നുണ്ട് അല്ലേ? ചെറുതായിട്ട്. അത് മാത്രമേ ഉള്ളൂ ഒരു നെഗറ്റീവ് എന്ന് പറയാനായിട്ടുള്ളൂ. അത് അതർവൈസ് വേറെ ഒരു കുഴപ്പമില്ല. ഫിസിക്കലി ഒന്നും ഡാമേജ് ആയിട്ടില്ല ഇതുവരെ. കംഫർട്ട് എങ്ങനെയുണ്ട് വെക്കുമ്പോഴത്തേക്ക്? ചെവിയിൽ നല്ല കംഫർട്ട് ഉണ്ട്, നല്ല സൗണ്ട് ക്വാളിറ്റി, നല്ല രീതിയിൽ. സൗണ്ട് ക്വാളിറ്റി അല്ല, ഈ ഒരു കംഫർട്ട് എത്ര നേരം ഇത് വെക്കാറുണ്ട്? ഞാൻ ഈ ഒരു ദിവസത്തിൽ ഭൂരിഭാഗം ഇത് വെക്കാറുണ്ട്. അതായത് വർക്കിംഗ് ടൈമിലും അല്ലാണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് വെക്കാറുണ്ട്. നല്ല കംഫർട്ട് ആണ്. നമ്മളെ ഇയറിൽ ചെവിയിൽ വേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മളെ കറക്റ്റ് ആയിട്ട് ടൈറ്റ് ആയിട്ടിരിക്കും, നല്ലതായിട്ടിരിക്കും. മ്യൂസിക് ക്വാളിറ്റി എങ്ങനെയുണ്ട് പാട്ട് കേൾക്കുമ്പോഴത്തേക്ക്? നന്ദു പൊതുവെ ബേസ് ഡോമിനേറ്റഡ് ഉള്ള പാട്ടാണ് കേൾക്കുന്നത്, അതല്ല മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളാണ് കേൾക്കുന്നത്? രണ്ടും കേൾക്കാറുണ്ട്. ബേസ് എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ നല്ല ബേസ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കേൾക്കുമ്പോൾ തന്നെ നല്ല ബേസ്, നല്ല ഒരു മുഴക്കമുണ്ട് ഉണ്ടല്ലോ അല്ലേ? അതാണ് എല്ലാവരും പറയാറുള്ളത്, ഈ ബേസ് ഉണ്ടോ ബോട്ട്. പിന്നെ ബോട്ടിന്റെ പ്രോഡക്റ്റുകളിൽ പൊതുവെ ഇങ്ങനെ ഒരു ബേസ് കൂടുതലാണ്. പിന്നെ മ്യൂസിക് ഇപ്പോൾ വോക്കൽ പാട്ടൊക്കെ, അതായത് മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ആ ഒരു സുഖവും? കൊള്ളാം, നല്ലൊരു ഫീൽ ഉണ്ട് കേൾക്കാനായിട്ട്, നല്ലൊരു ക്ലാരിറ്റി, നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, അതാണ് അർത്ഥം അല്ലേ? ഇതിനകത്ത് ആക്ച്വലി നമുക്ക് AAC സപ്പോർട്ടഡ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എത്ര ശതമാനത്തിലാണ് പാട്ട് കേൾക്കുന്നത് പൊതുവെ? ഞാൻ ഒരു 70 അത്രേ ഉള്ളൂ അല്ലേ? 100%. പക്ഷേ 100% പാട്ട് കേട്ടാലും ഇതിനങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവാൻ ഇത് പ്രശ്നമില്ല. ചെവിക്ക് അങ്ങനെ എന്തെങ്കിലും വേദനയോ അങ്ങനെ പതർച്ചയുണ്ടോ? ഇപ്പൊ 70 കേൾക്കുമ്പോഴും ഒരു പതർച്ചയോ ഒന്നുമില്ല അല്ലെ? ഇനി കോള് വിളിക്കുന്ന സമയത്ത് കൂട്ടുകാരെങ്ങനെ അവര് ഇപ്പൊ വെളിയിൽ നിന്നിട്ട് നന്ദു സംസാരിക്കുന്ന സമയത്ത് പറയാറുണ്ടോ ഇതുപോലെ നിങ്ങളുടെ സൗണ്ടിനേക്കാളും മറ്റുള്ള ആൾക്കാരുടെ സൗണ്ടാണ് അല്ലെങ്കിൽ പോകുന്ന വണ്ടിയുടെ സൗണ്ടാണ് കേൾക്കുന്നത്? അങ്ങനെയൊന്നും ആരും പറയാറില്ല. സംസാരിക്കാറുണ്ടോ ഇത് വെച്ച്? സംസാരിക്കാറുണ്ട്. ഇത് വെച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ആ ഒരു ബാറ്ററി ടൈം? അപ്പോൾ സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് നേരം സംസാരിക്കുമ്പോൾ ബാറ്ററി ചെറുതായിട്ടൊന്ന് ഡ്രെയിൻ ആവുന്നുണ്ട് അല്ലേ? ഒരുപാട് സംസാരിക്കും. അതായത് 30 മണിക്കൂർ എന്ന് പറയുന്നത് കുറയാറുണ്ട്. അപ്പോൾ ഒരു 20 സംസാരിക്കുമ്പോൾ കുറയാറുണ്ട്. പക്ഷേ പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെയൊന്നും ആ ഒരു ഫീൽ ഇല്ല. സംസാരിക്കുമ്പോഴത്തേക്ക് കുറച്ച് ഡ്രോപ്പ് ആവുന്നുണ്ട് ബാറ്ററി. മൂവീസ് കാണാറുണ്ടോ ഇത് വെച്ചിട്ട്? മൂവീസ് കാണാറുണ്ട്. അപ്പൊ ഈ ലിപ്സിംഗ് ഒക്കെ എങ്ങനെയാണ്? അത് കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മുടെ ഓഡിയോ കേൾക്കുന്നതിനനുസരിച്ച് തന്നെ അതനുസരിച്ച് തന്നെയാണ് ലിപ്സിംഗ് പോകുന്നത്. വേറെ ഒരു പ്രശ്നവുമില്ല. അതൊന്നും ഒരു പ്രശ്നമില്ല. ഏറ്റവും കൂടുതൽ പാട്ടാണോ കേൾക്കുന്നത് അതോ മൂവീസ് ആണോ കാണുന്നത്? പാട്ടാണ് ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ളത്. ഓക്കെ. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോഴാണ് ഇതുപോലെ 30 മണിക്കൂർ എന്തായാലും ഉറപ്പായിട്ടും കിട്ടുന്നുണ്ടെന്ന് പറയുന്നത് 70% കേൾക്കുമ്പോഴത്തേക്ക് അല്ലേ? കമ്പനി അത് തന്നെയാണ് പറയണത്. നമ്മളിപ്പോൾ ഒരു 60% കേൾക്കുമ്പോഴത്തേക്ക് 30 മണിക്കൂറിന് മുകളിൽ അപ് ടു 30 hours. നന്ദു പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ 30 hours മുകളിൽ കിട്ടുന്നതെന്നോ ചെറിയ സംശയം ഉണ്ടെന്നാണ്. അതായത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബാറ്ററി ബാക്കപ്പ് ഉണ്ട് നമുക്ക് ഈ ഒരു 330യിൽ. അതുകൊണ്ട് തന്നെ 1399 രൂപയ്ക്ക് വാങ്ങിക്കുന്ന വേറെ പ്രശ്നമൊന്നും ഇല്ല. ഗെയിം കളിക്കാറുണ്ടോ ഈ ഒരു പ്രോഡക്റ്റ് യൂസ്? കളിക്കാറില്ല. ഒരെണ്ണം പോലും കളിച്ചിട്ടില്ല ഇതുവരെ? ഇല്ല. ഓക്കെ. അതുകൊണ്ട് തന്നെ എന്തായാലും ഗെയിമിനെ കുറിച്ചിട്ട് നിങ്ങൾ ഗെയിം കളിക്കുന്ന ഒരു ആളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സംഭവം ലോങ് ടേം റിവ്യൂവിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ മ്യൂസിക് ക്വാളിറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മൈക്ക് ക്വാളിറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഗെയിമിൻ്റെതും വീഡിയോ ഒക്കെ തന്നെ ചോദിച്ചു. ഇനി എന്താണ് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബ്ലൂടൂത്ത് വെർഷൻ
5.0 ആണ്. 10 മീറ്റർ നമുക്ക് കിട്ടും. 10 മീറ്റർ. പക്ഷേ എനിക്ക് പലപ്പോഴും 10 മീറ്റർ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടില്ല. അത് സ്ട്രെയിറ്റ് ആണോ അതോ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോകുമ്പോഴാണ് ആ ഒരു പ്രശ്നം വരുന്നത്? ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ചെറിയൊരു ഇത് ഡിലേ ഉണ്ടല്ലേ? അല്ലാണ്ട് പക്ഷെ നേരെ ഉള്ളപ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഒരു 10 മീറ്റർ എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരു 8-9 മീറ്റർ അത്രയൊക്കെ ആയിരിക്കും ബെറ്റർ ക്വാളിറ്റി കിട്ടുന്നത്. ഈ ഒരു പ്രശ്നം എല്ലാവരും പറയാറുണ്ട്, ഞാനും അത് ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ആവാറുണ്ട്. എന്നാൽ ഇതുപോലെ ഒരു മീഡിയോ നമ്മുടെ ഇടയിൽ ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം മാത്രമല്ലേ ഡ്രോബാക്ക് ആയിട്ട് പറയാറുള്ളൂ അല്ലേ? ഒരു സംഭവം മാത്രമേ ഉള്ളൂ നെഗറ്റീവ് എന്ന് പറയാനായിട്ടുള്ളൂ. വേറെ ഒന്നുമില്ല. സാറ്റിസ്ഫൈഡ് ആണ്. 1499 രൂപയ്ക്ക് ഇത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആണോ അതോ 1399 രൂപയ്ക്ക് വാങ്ങിച്ചാൽ വർത്ത് ബൈ? 1499 മേടിച്ചാലും മുതലാവും. നല്ല പ്രോഡക്റ്റ് ആണ്. ഒരു സംശയമില്ല. 6 മാസമായിട്ട് ഇതുവരെ വേറെ ഒരു പ്രശ്നവും ഇല്ല അല്ലേ? ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ആ സൗണ്ട് ക്വാളിറ്റി, കേൾക്കുന്ന വോയിസിന്റെ ക്ലാരിറ്റി ഇതൊക്കെ നന്നായിട്ട്. ഇപ്പൊ നന്ദു വർക്കൗട്ട് ചെയ്യാൻ പോകാറുള്ളതാണ്, ജിമ്മിൽ പോകാറുള്ളതാണ്. യൂസ് ചെയ്യാറുണ്ടോ? ഇത് കൊണ്ടുപോകാറുണ്ടോ? അപ്പോഴും എന്താ പറയാ, സെറ്റ് ഒക്കെ ആവുന്നോട്ടും അങ്ങനെ ഇതൊരു പ്രശ്നമില്ലല്ലോ. ഒന്നും ഇതുവരെ പ്രശ്നമില്ല. അത് ഈ ഒരു IPX5ന്റെ ഒരു സംഭവം തന്നെയാണ് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അത്യാവശ്യം വർക്കൗട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഡ്രിസ്ലിങ്ങിലൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിൽ വേറെ ഒരു പ്രശ്നമില്ല. എന്തായാലും ഇതാണ് നമ്മുടെ ബോട്ട് റോക്കേഴ്സ് 330ന്റെ ഒരു 6 മാസത്തിനുള്ളിലുള്ള നമ്മുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എന്തായാലും നന്ദു ഇവിടെ ഉണ്ട്. ഇതുവരെയ്ക്കും എന്താ പറയുക, ഈ ഒരു പ്രോഡക്റ്റിൽ ഒരു ഡിസപ്പോയിൻമെൻറ്റും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പ്രോഡക്റ്റിൽ. 1500 രൂപയ്ക്കും ഇത് വാങ്ങിക്കുന്നതിൽ ഇപ്പോഴും വാങ്ങിക്കുന്നത് ഒരു പ്രശ്നമില്ലെന്നാണ് പറയുന്നത്. ബോട്ട് റെക്കമെൻഡ് ചെയ്യുമോ ഇത്? ഈ ഒരു പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യും? അത്രേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ 6 മാസത്തിന് ശേഷമുള്ള നമ്മുടെ 330ന്റെ ഒരു അനുഭവമാണ് നിങ്ങൾ കണ്ടത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ. ഒരു ബൈ എടുത്തോ. ഓക്കെ.